നമസ്കാരം. നമ്മൾ കമ്പ്യൂട്ടറോ ഫോണോ ഓൺ ചെയ്യുമ്പോൾ ആ പവർ ബട്ടൺ അമർത്തി സ്ക്രീൻ തെളിയുന്നതിനിടയിലുള്ള ആ കുറച്ച് സെക്കൻഡുകളിലെ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ അതിവേഗത്തിലുള്ള ആരും കാണാത്ത പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിസ്റ്റം ബൂട്ടിംഗ്. അതെ, ആ ഒരൊറ്റ ബട്ടൺ പ്രസ്സും നിങ്ങളുടെ സ്ക്രീനിൽ ഐക്കണുകൾ വരുന്നതും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മാജിക് പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഇതൊരു മാജിക് അല്ല, വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ യാത്രയുടെ ഓരോ ഘട്ടത്തിലേക്കും ഒന്ന് ഇറങ്ങിച്ചെന്നാലോ? ഈ മുഴുവൻ പ്രക്രിയയും നമുക്കൊരു ഡിജിറ്റൽ റിലേ ഓട്ടം പോലെ സങ്കല്പിക്കാം. 4 പ്രധാന ഓട്ടക്കാർ ബാറ്റൺ കൈമാറി ഓട്ടം പൂർത്തിയാക്കുന്നു. ആദ്യത്തെയാൾ ബയോസ്, പിന്നെ ബൂട്ട് ലോഡർ, നമ്മുടെ സ്റ്റാർ അത്ലറ്റായ കേണൽ, അവസാനം ഓട്ടം ഫിനിഷ് ചെയ്യുന്ന സിസ്റ്റം ഡി. അപ്പം നമ്മുടെ റിലേ ഓട്ടം ഇവിടെ തുടങ്ങുകയാണ്. ആദ്യത്തെ ഓട്ടക്കാരനായ ബയോസാണ് ട്രാക്കിലിറങ്ങുന്നത്. കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയെല്ലാം ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തുക എന്നതാണ് ആദ്യത്തെ പണി. അപ്പോൾ എന്താണിത് ഈ ബയോസ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിന്റെ മദർബോർഡിലെ ഒരു പെർമനന്റ് ചിപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുഞ്ഞൻ പ്രോഗ്രാമാണ്. അതായത് പവർ പോയാലും ഇതിലെ ഇൻഫർമേഷൻ ഒന്നും മാഞ്ഞു പോകില്ല, എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ബയോസിന് പ്രധാനമായും 2 പണികളാണുള്ളത്. ആദ്യം തന്നെ സിസ്റ്റത്തിലുള്ള റാം, കീബോർഡ്, ഹാർഡ് ഡിസ്ക്, അങ്ങനെ എല്ലാ ഹാർഡ്വെയറും റെഡിയാണോ എന്ന് ഒരു ഫാസ്റ്റ് ചെക്ക് നടത്തും. എല്ലാം ഓക്കെയാണെന്ന് കണ്ടാൽ പിന്നെ അടുത്ത ഓട്ടക്കാരനെ തപ്പാനുള്ള ശ്രമമായി. ആരെയാ? നമ്മുടെ ബൂട്ട് ലോഡറെ. അങ്ങനെ ബയോസ് അതിന്റെ ജോലി ഭംഗിയായി തീർത്ത് ബാറ്റൺ ബൂട്ട് ലോഡറിന് കൈമാറുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തലച്ചോറ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ബൂട്ട് ലോഡറിന്റെ പ്രധാന ദൗത്യം. ഈ ബൂട്ട് ലോഡർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. ഹാർഡ് ഡിസ്കിന്റെ ഏറ്റവും തുടക്കത്തിൽ ബൂട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ കോഡാണിത്. ചെറുതാണെങ്കിലും ഇതിന്റെ റോൾ വളരെ വലുതാണ്. ബൂട്ട് ലോഡറിന് ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ: നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയഭാഗമായ കേർണലിനെ ഹാർഡ് ഡിസ്കിൽ നിന്ന് തപ്പിയെടുത്ത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക്, അതായത് റാമിലേക്ക് ലോഡ് ചെയ്യണം. എന്നിട്ട് ബാറ്റൺ കേർണലിന് കൈമാറിയിട്ട് പറയും, ഇനി എല്ലാം നിന്റെ കയ്യിൽ. അപ്പോൾ ബാറ്റൺ നമ്മുടെ സ്റ്റാർ അത്ലറ്റിന്റെ കയ്യിലെത്തി. കേർണൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ശരിക്കുമുള്ള ഹൃദയം, തലച്ചോറ്, എല്ലാം ഇതാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പ്രധാന താരം. സിമ്പിളായി പറഞ്ഞാൽ കേർണൽ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു മാനേജർ. മെമ്മറി, CPU, ഡിവൈസുകൾ എല്ലാത്തിൻ്റെയും കൺട്രോൾ കേർണലിനാണ്. അപ്പോൾ കേർണൽ ഉണർന്നെണീറ്റാൽ ആദ്യം ചെയ്യുന്നത് സിസ്റ്റത്തിലെ എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളെയും റെഡിയാക്കുക എന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫയലുകളൊക്കെ ഇരിക്കുന്ന മെയിൻ സ്റ്റോറേജ്, അതായത് റൂട്ട് ഫയൽ സിസ്റ്റം എന്ന് പറയും, അതിനെ പ്രവർത്തന സജ്ജമാക്കും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക്, അതായത് യൂസർക്ക് വേണ്ടിയുള്ള പ്രോസസ്സുകൾ തുടങ്ങാനുള്ള ഒരുക്കങ്ങളായി. ഇനി നമ്മുടെ റിലേ ഓട്ടത്തിലെ അവസാനത്തെ ഓട്ടക്കാരൻ സിസ്റ്റം ഡി. കേർണലെല്ലാം സെറ്റാക്കിയ ശേഷം ആദ്യമായി തുടങ്ങുന്ന യൂസർ പ്രോസസ്സാണിത്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ബ്രൗസർ തുറക്കുമ്പോൾ അതൊരു പ്രോസസ്സാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ അതൊരു പ്രോസസ്സാണ്. ഇങ്ങനെ നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ പ്രോസസ്സുകളുടെയും തുടക്കം ഈ സിസ്റ്റം ഡിയിൽ നിന്നാണ്. അതുകൊണ്ടിതിനെ എല്ലാ പ്രോസസ്സുകളുടെയും ഒരു അപ്പൂപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു റൂട്ട് പാരന്റ്. സിസ്റ്റത്തിൽ ഓടുന്ന ഓരോ പ്രോഗ്രാമിനും ഒരു ID നമ്പർ ഉണ്ടാകും. ഇതിനെയാണ് പ്രോസസ് ID അല്ലെങ്കിൽ PID എന്ന് പറയുന്നത്. സിസ്റ്റം ഡിയുടെ PID എപ്പോഴും 1 ആയിരിക്കും, ഒന്നാമൻ. സിസ്റ്റത്തിലെ ആദ്യത്തെ യൂസർ പ്രോസസ്സ് ഇതുതന്നെയാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ ഈ സിസ്റ്റം ഡി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ ലോഗിൻ സ്ക്രീൻ കാണിക്കുന്നത് മുതൽ ഇന്റർനെറ്റ് കണക്ഷൻ, പ്രിന്റർ സർവീസ്, അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ പശ്ചാത്തല സേവനങ്ങളും തുടങ്ങിവെക്കുന്നത് ഈ ഒന്നാമനാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ നമുക്ക് ഉപയോഗിക്കാനായി റെഡിയാക്കി തരുന്നത് സിസ്റ്റം ഡി ആണ്. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ റിലേ ഓട്ടം പൂർത്തിയായി. ബയോസ് ട്രാക്ക് ഉണർത്തി ബൂട്ട് ലോഡർ കേർണലിനെ കൊണ്ടുവന്നു. കേർണൽ സ്റ്റേഡിയം മുഴുവൻ സജ്ജമാക്കി. അവസാനം സിസ്റ്റം ഡി പരിപാടികൾക്കെല്ലാം തുടക്കം കുറിച്ചു. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണെന്നോ? നമ്മൾ ആ പവർ ബട്ടൺ അമർത്തി സ്ക്രീൻ തെളിയുന്ന ആ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ. അവിശ്വസനീയമല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ബാലെ പോലെയാണിത്. ഓരോ തവണ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴും ഒട്ടും പിഴവില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പ്രകടനം നടക്കുന്നു. അപ്പോൾ അടുത്ത തവണ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആ ഇരുണ്ട സ്ക്രീനിന് പിന്നിൽ നടക്കുന്ന ഈ അത്ഭുതകരമായ റിലേ ഓട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.